നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മകീര നക്ഷത്രം, ഈ നക്ഷത്രക്കാരുടെ ലൈഫ് സ്റ്റൈല് ഈ വർഷം നല്ല രീതിയിൽ ഉയർന്നു വരും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻ്റ് ഇതുപോലെയൊക്കെ കിട്ടാനും അവരുടെ കരിയറും നല്ല രീതിയിൽ ഉയർന്നു വരാനും കൂടി നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്നത്. ഒരു വർഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ളൊരു അഹങ്കാര സ്വഭാവം ഇവർക്കുണ്ടെങ്കിൽ അത് മാറ്റുന്നത് അവരുടെ കരിയറിൽ വളരെ നല്ലതായിരിക്കും. വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ശ്രമിക്കാൻ പോകാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സമാധാനപരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. റിലേറ്റീവ്സൊക്കെ കൂടുതൽ, ബന്ധുക്കാരൊക്കെ കൂടുതൽ അടുത്ത് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുള്ളത്. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹത്തോടും കൂടി ആയിരിക്കും ഈ വർഷം ഇവർ മുന്നോട്ട് പോകുക. മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ അതും മേൽക്കുമേൽ ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കയ്യിലുള്ള രേഖകൾ കൂടുതൽ ജ്വല്ലറി ഐറ്റംസ് ആണ്. ജ്വല്ലറി ഐറ്റംസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കിക്കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം വേണം ബിസിനസ് പരമായ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുവാൻ. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ദീർഘനാളായിട്ട് അവർക്കുള്ള ഒരു സ്വപ്നം പൂവണിയുക എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ അവർക്കത് സഫലീകരിക്കാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. അവരുടെ സത്യസന്ധതയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഉയർച്ചകളുണ്ടാവും. മീഡിയ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരികയും കുട്ടികൾക്ക് അവരുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും രീതിയിൽ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ENT സംബന്ധപ്പെട്ട അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ മുൻപേ തന്നെ എടുത്തു പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.